എന്തൊക്കെയാ അവർ പറഞ്ഞ ഞാനിവിടെ 2 ഇത് തരാം, അത് ഞണ്ണിക്കൊണ്ട് പോയിക്കോളെ. ഞാൻ ആരാണ്? അതുപോലെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് ഞാൻ. ഈ ഡിവൈഎഫ്ഐ നേതാക്കൾ ആരും തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളല്ല. പറഞ്ഞു 2 പൊറോട്ടയും കുറച്ച് ബീഫും കൂടെ അണ്ണാക്കിലേക്ക് കുത്തി കയറ്റി കൊടുത്താൽ തീരാവുന്ന ചൊറിച്ചിലേ ഇവൾക്കുള്ളൂ. ഓപ്പോസിറ്റ് എന്തായാലും അനധികൃതമായ രീതിയിൽ ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ വന്ന് വയനാടിന് പണം എന്നും പറഞ്ഞ് ഒരു ഇത് നടത്തുന്നു. കേരളം ഭരിക്കുന്ന ഞങ്ങളുടെ പാർട്ടിയാണെങ്കിൽ ഞങ്ങൾ എന്തും ചെയ്യും, ഞങ്ങൾക്ക് അതിന് ലൈസൻസ് വേണ്ട, ഒന്നും നല്ലത് ചെയ്യാൻ സമ്മതിക്കില്ല, സംഘിണി ചാണകം തിന്നുന്നവൾ എന്തൊക്കെയൊക്കെയോ പറയേണ്ട. എനിക്ക് ചിരിയും വരുന്നു. ജീവനെ സ്വർഗത്തിലേക്ക് അയക്കുക എന്നുള്ള ജീവൻ രക്ഷാ പ്രവർത്തനമല്ല ഡിവൈഎഫ്ഐക്കാർ ചേച്ചിയുടേത്. ചേച്ചി രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അവിടെ നിൽക്കുന്ന ചെറുപ്പക്കാരോട് ചോദിച്ചു, ലൈസൻസ് ഉണ്ടോ? ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാരാണ്. അതിന് എറണാകുളത്തിന്റെ 62ാം ഡിവിഷനിലുള്ള കൗൺസിലർ പത്മജയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മാഡത്തിന്റെ ഒരു ലൈവ് കണ്ടിരുന്നു. ആ ലൈവിനകത്ത് മാഡം പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മാഡത്തിന്റെ തന്നെ മാഡം കൗൺസിലർ നിൽക്കുന്ന ഒരു ഡിവിഷനകത്ത് ലൈസൻസ് ഇല്ലാത്തൊരു തട്ടുകടയ്ക്കെതിരെ മാഡം നടത്തിയൊരു പ്രക്ഷോഭമാണ് ആ ലൈവ് കണ്ടത്. യഥാർത്ഥത്തിൽ അത് എന്തായിരുന്നു സംഭവം? തുടക്കം മുതൽ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും? ഇപ്പോൾ താങ്കൾ പറഞ്ഞു എറണാകുളം ഡിവിഷൻ 62 ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നില്ല. എറണാകുളത്തിൻ്റെ നഗര ഹൃദയമാണ്. അതായത് ജനറൽ ആശുപത്രി, കോർപ്പറേഷൻ ഓഫീസ്, സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, മഹാരാജാസ് കോളേജ്, LLB കോളേജ്, ഗേൾസ് സ്കൂള്, ഫൈൻ ആർട്സ് സൊസൈറ്റി, ശിവ ടെമ്പിൾ, 3 പള്ളികൾ, ഒരു സെൻറ്ററാണ്, എറണാകുളത്തിൻ്റെ സെൻറ്ററാണ്. KSRTC ഇത് ബോഡ്ജറ്റ് ഉൾപ്പെടെ. അപ്പോൾ അവിടെ നമുക്ക് ആലോചിക്കാമല്ലോ, ഫ്ലോട്ടിംഗ് പോപ്പുലേഷനാണ്. മുഴുവൻ ഡ്രഗ് ട്രാഫിക്കിംഗ് ആണ്. രാത്രിയാകുമ്പോൾ കടകൾ പൊട്ടിമുളച്ചവരും രാവിലെ ആകുമ്പോൾ കാണുന്നില്ല. ആരും ചോദിക്കാനും പറയാനില്ല. ചോദിക്കാൻ ചെല്ലുന്നവരെ അവർ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്നതാണ് അറിയുന്നത്. പോലീസ് പോലും നിസ്സഹായമാണ്. ഞാൻ തന്നെ ചൂണ്ടിക്കാണിച്ച വ്യക്തികൾ നിങ്ങൾക്ക് പോകുമ്പോൾ കാണാം, അയാൾ അവിടെ ഇരിപ്പുണ്ട്, വാട്ട് വിൽ യു ഡു ടു മീ എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. അതുപോലെ പ്രോസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഇറ്റ്സ് ഹൈറ്റ്. നമുക്ക് ഒരു വലിയൊരു സജ്ജിയായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. പക്ഷെ അതുകൊണ്ടൊരു ഗുണമുണ്ട് കേട്ടോ, ഭയങ്കര ഫാമിലി ബോണ്ടിങ് ആണ്. ഭർത്താക്കന്മാർ ഭാര്യമാരെ വന്ന് കാത്തു നിന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് കൊണ്ടുപോകും, അച്ഛൻ മകളെ വന്ന് കൊണ്ടുപോകും, ചേട്ടൻ വന്ന് അനിയത്തെ കൊണ്ടുപോകും. അപ്പം ഭയങ്കര ഒരു ഫാമിലി ബോണ്ടിങ് ഇതൊക്കെ കാരണം ഞങ്ങളുടെ ഡിവിഷനിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു കോർപ്പറേഷൻ നിർദ്ദേശപ്രകാരം ഒരു കമ്മിറ്റി ഉണ്ട് ഇതൊക്കെ നോക്കാനായിട്ട്. ഞങ്ങളിതിനിടയ്ക്ക് ഇങ്ങനെ, ഞാൻ ഹാൻഡ്സ് ഓൺ കൗൺസിലർ എന്നാണ് എൻ്റെ ഡിവിഷനിലെ ആൾക്കാർ എന്നെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അന്ന് ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു ഞായറാഴ്ച. അത് കഴിഞ്ഞ് ഓട്ടോറിക്ഷ വരുമ്പോൾ ഞാൻ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് ഓട്ടോറിക്ഷ നിർത്തി എൻ്റെ ടീംസിനെ വിളിച്ച് നമുക്കൊന്ന് നടന്നാലോ, ഞായറാഴ്ചയാണല്ലോ. അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് ഞങ്ങൾ നടന്നപ്പോൾ ആദ്യം ഒരു ചെറിയ കട. അപ്പോൾ ഞാൻ ചേട്ടനോട്, ചേട്ടാ ഇങ്ങനെ ഗ്യാസ് വെച്ച് ഓപ്പൺ കുക്കിംഗ് പറ്റില്ല, ചെറിയ സ്റ്റൗ, ചെറിയ കട. അത് കഴിഞ്ഞ് അടുത്ത കട. പിന്നെ കഴിഞ്ഞ് പോകുമ്പോൾ ഒരു റോഡിൻ്റെ ഫുട്പാത്ത് മുഴുവൻ എടുത്ത് റോഡിലേക്കും 2 കാല് ചാടിച്ച് നിർത്തിയിട്ട് ഈ സൈഡിലൊന്നും എഴുതിയിട്ടില്ല, ഒരു വലിയ കട, സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ട്. ഇത് എവിടെ നിന്ന് വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് നോക്കുമ്പോൾ മുമ്പിൽ ഇങ്ങനെ വയനാടിന്റെ സ്നേഹം തട്ടുകട, വയനാടിന് പണം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ തന്നെ വയനാട്ടിലെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ വേണ്ടി. ഉടനെ ഞാൻ അവിടെ നിൽക്കുന്ന ചെറുപ്പക്കാരോട് ചോദിച്ചു, ലൈസൻസ് ഉണ്ടോ? ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാരാണ്. അതിന് കേരളം ഭരിക്കുന്ന ഞങ്ങളുടെ പാർട്ടിയാണെങ്കിൽ ഞങ്ങൾ എന്തും ചെയ്യും, ഞങ്ങൾക്ക് അതിന് ലൈസൻസ് വേണ്ട. നിങ്ങൾ ഭക്ഷണമാണ് കൊടുക്കുന്നത്, നിങ്ങളിവിടെ വീട്ടിലുപയോഗിക്കുന്ന ഗാർഹിക ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റൗവാണ് വച്ചിരിക്കുന്നത്. ഓപ്പൺ ആയിട്ടാണ് ചുവന്ന സിലിണ്ടർ, സ്റ്റവ് അല്ല, ഐ മീൻ സിലിണ്ടർ. അപ്പോൾ ഒരു പയ്യൻ പറയാ, കൊച്ചു പയ്യൻ പറയാ, എടി നിന്റെ കുടിസ് അടുക്കളയില് നീ എന്താണ് കുക്ക് ചെയ്യണത്? അപ്പൊ പ്രശ്നമൊന്നുമില്ല. ഞാൻ അവിടെ കുക്ക് ചെയ്ത് പൊട്ടിത്തെറിച്ചാൽ ഞങ്ങൾ 4 പേര് പോകും, അത്രേ ഉള്ളൂ. അതുപോലെയാണ് ഇത്, ഒരു ഓപ്പൺ സ്പേസ് ആണ്. ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു ഞങ്ങൾ ചെയ്തിരിക്കും. അപ്പോഴേക്കും ഇവർ വിളിച്ചിട്ട് പറഞ്ഞിട്ടാന്ന് തോന്നുന്നു, കുറേ വലിയ നേതാക്കന്മാർ വന്നു. ഞാൻ വിളിച്ചിട്ട് പോലീസ് വന്നു ഇതിന് അനധികൃതമായിട്ടാണ്, ലൈസൻസ് ഇല്ല. അപ്പോൾ ഒരാൾ എൻ്റെ ലൈവിലെല്ലാം ഉണ്ട്, പറഞ്ഞു ഞങ്ങൾ ചെയ്തിരിക്കും. പ്രത്യേകിച്ചും ഇവര് ഒബ്ജക്ഷൻ പറഞ്ഞ പോലെ ചാണകം തിന്നുന്നവള്, സംഘിണി കൗൺസിലർ. ചോദ്യം ചെയ്യാൻ പോകുന്ന സമയത്ത് അവരൊരു മുൻധാരണയിലാണ് സംസാരിച്ചത്. നിങ്ങളൊരു സംഘപരിവാറിന്റെ ആള് എന്ന രീതി അവർക്ക് അറിയാമായിരിക്കും, ഞാൻ കൗൺസിലർ ആണെന്ന് അവർക്ക് അറിയാമായിരിക്കും.
പടങ്ങളൊക്കെ പല എപ്പോഴും കാണുന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് കൗൺസിലർ എന്നുള്ള ധാരണയിൽ തന്നെയാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ ഒന്നും നല്ലത് ചെയ്യാൻ സമ്മതിക്കില്ല, സംഘിണി സംഘിണി, ചാണകം തിന്നുന്നവൾ, എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. എനിക്ക് ചിരിയും വരുന്നുണ്ട്. അപ്പം ഞാൻ ഇതൊന്നും പ്രശ്നമില്ല, ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എൻ്റെ പ്രശ്നം ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കട നടത്തുമ്പോൾ അതിന് ലൈസൻസ് ഉണ്ടോ? കേരളം ഭരിക്കുന്ന നിങ്ങളുടെ പാർട്ടിയാണെങ്കിൽ കൊച്ചിൻ കോർപ്പറേഷൻ ഭരിക്കുന്നത് നിങ്ങളാ. മേയറോട് ഒരു വാക്ക് പറഞ്ഞാൽ പോരെ? ഒന്നിന് പകരം 50 ഒപ്പ് അങ്ങേരിട്ട് തരൂലേ? ഹെൽത്ത് ഇൻസ്പെക്ടർ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഒപ്പിട്ട് തരില്ലേ? നിങ്ങൾക്ക് എന്താണ് നിർബന്ധം? നിയമം ഞങ്ങൾ ലംഘിക്കുമെന്ന് എന്തിനാണ് നിർബന്ധം? അപ്പൊ പോലീസുകാരനോടും പറഞ്ഞു, ഇവർ ഇത്രയൊക്കെ പറഞ്ഞ് ഇതിനെ ഇത്രയും കൊഴുപ്പിച്ച സ്ഥിതിക്ക് കേരളം മുഴുവൻ ഞങ്ങൾ നടത്തും, ഞങ്ങൾ ഇവിടെ കൊണ്ട് നിർത്തണം എന്ന് വിചാരിച്ച. നമ്മൾ എക്സലന്റ്, നിങ്ങൾ ആദ്യം മേയറുടെ ഡിവിഷനിൽ നിന്ന് തുടങ്ങും. പക്ഷേ എൻ്റെ ഡിവിഷനിൽ ലൈസൻസ് ഇല്ലാണ്ട് പറ്റില്ല. ഹെൽത്താണ്. ഡെങ്കു ഇവിടെ മുഴുവൻ സാധനങ്ങൾ തുറന്നു കിടക്കുന്നു. ഈ പാവങ്ങൾ ഇതും കഴിച്ച് ട്രെയിനിൽ കയറി എവിടെയെങ്കിലും പോയി ഡെങ്കു പിടിച്ച എവിടെ നിന്ന് പിടിച്ചു എന്നല്ലോ അവർക്കൊരു പലതരത്തിലേക്ക് തുറന്ന് എക്സ്പോസ്ഡ് ആയിട്ട് കിടക്കുക. ഈ വേസ്റ്റ് അവിടെ ഡിസ്പോസ് ചെയ്യുക, അതൊക്കെ ഞങ്ങൾ ഡിസ്പോസ് ചെയ്തിരിക്കും. അത് മിനിഞ്ഞാന്നാണ് ഈ സംഭവം, ഞായറാഴ്ച. ഇന്നലെ ഞാൻ പോയി നോക്കിയപ്പോൾ ചാക്കിൽ കെട്ടിയിട്ടില്ല, തുറന്നിട്ടിരിക്കുന്നു. അവിടെ പുഴുക്കളുണ്ട്, ലാവയുണ്ട്, എല്ലാം ഉണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടറെ കൊണ്ട് കാണിച്ചു. അങ്ങനെയൊക്കെ നോക്കാനേ പേടി, ഡിവൈഎഫ്ഐയുടെ ആയതുകൊണ്ട്. എന്നാലും ഞാൻ പറഞ്ഞു, ക്യാമറ എന്നെയല്ല ഫോക്കസ് ചെയ്യേണ്ടത്, അദ്ദേഹത്തെ ഫോക്കസ് ചെയ്യൂ എന്നും പറഞ്ഞ് അതെടുത്തു. ഇന്നലെ ഞാൻ പോയി കേട്ടോ. ഇന്നലെ പോയപ്പോഴും അവര് ഭയങ്കര ആവേശത്തോടെ അത് നടത്തുന്നുണ്ട്. അപ്പൊ തിരിച്ച് നമ്മൾ ഞായറാഴ്ചത്തേക്ക് വരികയാണെങ്കിൽ രസം എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ദോശ ചുട്ടുകൊണ്ട് നിൽക്കുന്ന ഒരാൾ, അപ്പൊ കുറെ പേര് ഇവിടെയും കൂടിയിട്ടുണ്ട്, പോകുന്ന ആൾക്കാര്. ആരും ഒന്നും മേടിക്കുന്നില്ല, കഴിക്കുന്നൊന്നുമില്ല കേട്ടോ. ആൾക്കാർക്ക് തോന്നിയത് എന്തോ പ്രശ്നമാണെന്ന്. എന്താണ് ദോശ ചുടുന്ന ആള് പറഞ്ഞു, 2 പൊറോട്ടയും കുറച്ച് ബീഫും കൂടെ അണ്ണാക്കിലേക്ക് കുത്തി കയറ്റി കൊടുത്താൽ തീരാവുന്ന ചൊറിച്ചിലേ ഇവൾക്കുള്ളൂ എന്ന് പറഞ്ഞു. എന്നോട് എന്നാൽ അവിടെ നിൽക്കുന്ന ആളോട് എൻ്റെ അണ്ണാക്കിലേക്ക് കുത്തി കയറ്റി കൊടുത്താൽ തീരാവുന്ന ചൊറിച്ചിലേ ഇവൾക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത് നിൽക്കുന്ന ഒരാൾ കുറച്ചു നേരം അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. പറഞ്ഞു, ഇവരെ കണ്ടിട്ടൊരു ഭിക്ഷക്കാരിയാണെന്ന് തോന്നുന്നില്ലല്ലോ, ഇവരൊന്നും ചോദിച്ചില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് ഒരാൾ പറഞ്ഞു, ഈ അടുപ്പത്തേക്ക് പിടിച്ചിരുത്തി ചുട്ടെടുക്കാന്ന് പറഞ്ഞു. നമ്മളൊരു കാര്യമുണ്ട്, നിങ്ങൾ ചുട്ടെടുക്കുകയാണെങ്കിൽ എൻ്റെ മോശമുണ്ട് പറയാൻ, എന്നാലും പറയാം, ചന്ത മാത്രമായിട്ട് ചുട്ടെടുക്കരുത്. പിന്നെ എനിക്ക് കിടക്കാനും ഇരിക്കാനും പറ്റില്ല. എന്നെ ചുട്ട് തീർക്കണം, ഒറ്റയടിക്ക് കൊല്ലണം. 1% ആയുസ് ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ച് ഞാൻ ഫൈറ്റ് ചെയ്യും. ഞാൻ SCSMന്റെ മകളാണ്. തൊഴിലാളികൾക്ക് വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞു വെച്ച മനുഷ്യന്റെ മകളാണ്. എൻ്റെ അടുത്ത് ഈ വിളച്ചിലൊന്നും നേരിട്ടാണ്. പിന്നല്ലാണ്ട് ഞാൻ കോടതി ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ, റിട്ടേൺ ആയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടല്ലോ. എന്താണ് അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ കേട്ടത്, അതല്ലേ ഇങ്ങേര് ചോദിക്കാൻ കാരണം. അത് കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസുകാരോടും പറഞ്ഞു, നിയമലംഘനം നടത്തും, കേരളം മുഴുവൻ നടത്തും. അപ്പൊ പോലീസുകാരും പേടിച്ച് പുറകെ പോയി നിന്നു. ഇപ്പൊ പോയില്ല കേട്ടോ, അവിടെ പുറകെ പോയി നിന്നു, ഒരു 10-20 മീറ്റർ ദൂരെ പോയി നിന്നു. അപ്പോഴാണ് ഇങ്ങനെ സൈലന്റ് മോഡിലായിരുന്നു എൻ്റെ ഫോൺ. ഇങ്ങനെ ഫ്ലിക്ക് ചെയ്യണം, നോക്കുമ്പോൾ സന്ദീപ് വാചസ്പതി BJPയുടെ സംസ്ഥാന വക്താവാണ്. ഞാൻ വേഗം ഫോൺ എടുത്തു, ചേച്ചി എന്തെങ്കിലും പ്രശ്നത്തിലാണോ? പ്രശ്നമൊന്നുമില്ല, ഞാൻ DYFIക്കാരായിട്ട് നല്ല സംവാദത്തിൽ. ഇല്ല, കേൾക്കും, ഞാൻ പറയാം. ഇവരായിട്ട് ഒരു ഇതിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, ഒരു സല്ലാപത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ചേച്ചിയുടെ അടുത്ത് നിന്ന ആളെ ഇവര് പിടിച്ച് തമ്പോറാക്കിയിട്ട് നിലത്ത് കിടക്കുന്നുണ്ട്, അയാളെ പോയി ഒന്ന് സേവ് ചെയ്യുന്നു. അപ്പൊ ഞാൻ എനിക്കറിയാവുന്ന ആളാണ്, അദ്ദേഹം എന്നെ വിളിച്ചു. അദ്ദേഹത്തിന് ചേച്ചിയുടെ നമ്പറൊന്നുമില്ല, ചേച്ചി ആരാണെന്ന് അറിയില്ല, ഇവിടെ പ്രശ്നം നടക്കുന്നു. പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി കൗൺസിലറാണെന്ന് സംസാരത്തിൽ നിന്ന്. അപ്പൊ ഞാൻ വേഗം പുറകിൽ നിൽക്കുന്ന പോലീസ് ഓഫീസർ കൊണ്ട് ഫോൺ കൊടുത്തു, സന്ദീപിന്റെ. അപ്പോൾ അവർ പറഞ്ഞു, സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല, അദ്ദേഹം പോവാണെന്ന് പറഞ്ഞു. സന്ദീപ് പിന്നെ എന്നെ തിരിച്ചു വിളിച്ചു, ചേച്ചി DYFI അല്ല ഇപ്പം നമ്മുടെ പ്രശ്നം, ലൈസൻസ് അല്ല പ്രശ്നം, ഒരു മനുഷ്യജീവൻ റോഡിൽ കിടന്ന് പിടയ്ക്കുന്നു, ചേച്ചിക്ക് വേണ്ടി സംസാരിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത കുറ്റം. പെട്ടെന്ന് പോയി അയാളെ റെസ്ക്യൂ. അപ്പം ഞാൻ തന്നെ ഓടിപ്പോയി ഒരു ഓട്ടോറിക്ഷ, ആരെ ഞാൻ കയറ്റിയില്ല, കാരണം ഐ ഡിഡ്ന്റ് വാണ്ട് ടു എക്സ്പോസ് എനി ഓഫ് മൈ പീപ്പിൾ ഹു ആർ വിത്ത് മീ. ഞാൻ തന്നെ ചെന്നപ്പോൾ ഇങ്ങനെ വേച്ച് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. എനിക്ക് ആളെ കണ്ടപ്പോൾ മനസ്സിലായി കേട്ടോ. ഞാൻ വേഗം ഓട്ടോറിക്ഷ നിർത്തി പറഞ്ഞു, വരൂ, എൻ്റെ കൂടെ വരൂ. ഇല്ല ചേച്ചി, ഞാൻ എങ്ങനെയെങ്കിലും പോയിക്കോളാം, എനിക്ക് പേടിയാണ്, ഞാൻ ഗവൺമെൻറ് ഓഫീസറാണ്, എനിക്ക് കുറേ കൊല്ലത്തെ സർവീസ് ബാക്കിയുണ്ട്, കൊച്ചു കുട്ടികൾ വീട്ടിൽ, DYFIക്കാർ വിൽ ഗോ ടു എനി എക്സ്റ്റെൻറ്റ്. അപ്പം നോക്കുമ്പോൾ തലയുടെ ഇങ്ങനെ മുഴച്ചിങ്ങനെ ഇരിക്കുകയാണ്, ചെസ്റ്റ് ഇങ്ങനെ ഊരി കാണിച്ച ഇടിച്ചുകൊണ്ട്
റംബോറാക്കി ഇങ്ങനെ തിണർത്ത് കിടക്കാണ്. DYFI-ക്കാര് അടിച്ചതാണോ? ആ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ സമയമായപ്പോൾ നടന്നുപോയി റെയിൽവേ സ്റ്റേഷനിലേക്ക്. അദ്ദേഹത്തിന്റെ ട്രെയിനിന്റെ സമയം, അപ്പൊ ട്രെയിനിലേക്ക് പോകുന്ന വഴിക്ക് അദ്ദേഹം ഒന്ന് ഇതിൽ ഇടപെട്ടു എന്ന് മാത്രം. അപ്പോൾ പോകുമ്പോൾ ഇവര് ഫോളോ ചെയ്ത് 4 പേര് ഫോളോ ചെയ്ത് ഒരു ബൈലയിലേക്ക് വലിച്ചിട്ടിട്ട് ഒരുത്തൻ നെഞ്ചത്ത് കയറിയിട്ടിടിച്ചു, മറ്റുള്ളവർ നമ്മുടെ ടാർ റോഡിലേക്ക് ഇട്ട് തലയിട്ടിടിച്ചു. അതായത് ജീവൻ രക്ഷാപ്രവർത്തനം. കാരണം അവിടം വരെ പോയി, പിന്നെ അവിടെ ട്രെയിനിൽ കയറി, ട്രെയിനിൽ നിന്ന് ഇറങ്ങി, ഇതാകുമ്പോൾ നേരെ ജീവൻ അങ്ങ് ആകാശത്തേക്ക് പോയിക്കോളുമല്ലോ, ദൈവത്തിന്റെ അടുത്തിലേക്ക്. അപ്പൊ അതായിരുന്നിരിക്കാം ഉദ്ദേശം. എന്തായാലും അദ്ദേഹത്തിന് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല, ദൈവത്തിലേക്ക് നേരിട്ട് പോകാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടായില്ല. അപ്പൊ ഞാൻ നിർബന്ധിച്ചു, അദ്ദേഹം കുറെ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോയിട്ടിരിക്കുള്ളൂ, കാരണം അതിന് മുമ്പ് എൻ്റെ കാറിന്റെ ഡോറിൽ എൻ്റെ തലയിടിച്ച് ഹെമറേജ് വന്ന് കുറച്ച് പ്രോബ്ലം ആയിട്ടില്ല. പിന്നെ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ അദ്ദേഹം വന്നു, ഞാൻ ജനലാശുപത്രി കൊണ്ടുപോയില്ല, കാരണം എപ്പോൾ വേണമെങ്കിലും ഇവർക്ക് അവിടെ ഇടിച്ചു കയറാൻ പറ്റും. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അപ്പോഴേ അദ്ദേഹം ആരും അലേർട്ട് ചെയ്തിരുന്നു, അദ്ദേഹവും വന്നു. എൻ്റെ പ്രവർത്തകരൊക്കെ അവിടെ വന്നു. അദ്ദേഹം ഞങ്ങളുടെ തൊഴിൽ അപേക്ഷിച്ചു, എന്നെ എക്സ്പോസ് ചെയ്യല്ലേ പ്ലീസ് ചേച്ചി, എനിക്ക് ധാരാളം കൊല്ലത്തെ സർവീസ് ബാക്കിയുണ്ട്, എന്നെ പോകാൻ സമ്മതിക്കാം, ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തെങ്കിലും വീണോന്ന് എന്തെങ്കിലും പറഞ്ഞ് അഡ്മിറ്റ് ആക്കാം. അപ്പം ഇന്നലെ ഞാൻ സംസാരിച്ചു, ഈസ് ഹോസ്പിറ്റലൈസ് എൽസ്വേ, കുറച്ച് ദൂരെയുള്ളൊരു സ്ഥലത്ത്. അപ്പോൾ പിന്നെ മീഡിയയിലൊക്കെ കണ്ടു എന്നെ, അവിടുത്തെ ചുമട്ടുതൊഴിലാളികളും എല്ലാവരും കൂടെ വന്ന് സംഘിണി കൗൺസിലറെ ഓടിച്ചു വിട്ടു എന്നൊക്കെ മീഡിയയിൽ കണ്ടു എന്ന് പറഞ്ഞു. സംഘിണി കൗൺസിലർ പേടിച്ച് ഓടിച്ചു പോയതല്ല, എൻ്റെ സന്ദീപ് വാചസ്പതി എന്നോട് ഝാൻസി റാണിയാണ് ചേച്ചി എന്നറിയാം, പക്ഷെ ഇതിനുള്ള സമയമല്ല, ഒരു മനുഷ്യ ജീവൻ കിടന്ന് പിടയ്ക്കുമ്പോൾ DYFI-ക്കാരുടെ ലൈസൻസ് അല്ല ചേച്ചി, നമ്മൾ ഭാരതം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ചേച്ചിയുടെ ജോലി ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. ജീവനെ സ്വർഗത്തിലേക്ക് അയക്കുക എന്നുള്ള ജീവൻ രക്ഷാ പ്രവർത്തനമല്ല DYFI-ക്കാര് ചേച്ചിയുടേത്. ചേച്ചി രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്, അല്ലാണ്ട് ഇവരെ പേടിച്ച് എന്നെ ഞാൻ അവിടെ നിന്ന് ഓടിപ്പോയതല്ല. അപ്പൊ അതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ എത്ര രൂപ വീഴുന്നു എന്ന് എനിക്കറിയണം. കാരണം ഇവിടെ ഈ ബക്കറ്റ് പിരിവ് ഇപ്പൊ മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് തുടങ്ങിക്കണേ പുതിയ പദ്ധതി. അപ്പോൾ 4 മണിയാവും തരും. സോ വാട്ട്, ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്, ഐ വാസ് ജേർണലിസ്റ്റ്, എവിടേക്ക് ഏതൊക്കെ സമയത്ത് പോയിരിക്കുന്നു, എണ്ണി തിട്ടപ്പെടുത്തി കണക്ക് കാണാണ്ട് ഞാൻ പോയില്ല എന്ന് പറഞ്ഞു. 4 മണിയാവും കഴിയാൻ, ആയിക്കോട്ടെ അതിൽ വെയിറ്റ്. ഈ കസേരയിലേക്ക് ഇരുന്നു, വേണ്ട, ഇവിടെ മുഴുവൻ കിലോമീറ്ററോളം മുദ്രാവാക്യം വിളിച്ച് നടക്കുന്ന ആളാ, എനിക്കെന്താ നിങ്ങളുടെ ഈ കസേര, ഞാൻ ഇവിടെ നിൽക്കും. എത്ര കുടുക്കയിലെ കാശ് വീഴുന്നത്, അപ്പൊ ഞാൻ നിൽക്കുന്ന അത്രയും സമയം ഒരു 30-40 രൂപ അവർ തന്നെ കൊണ്ടിട്ടതേ വീണിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ആശുപത്രി നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള ആൾക്കാരെ അയച്ചു. അപ്പൊ അവർ പറഞ്ഞു അവിടെ വലിയ മൈക്കും ഒക്കെ കൊണ്ടുവച്ച് ഡിസ്കോ പാട്ടും ഡാൻസും ഈ ദോശ ചുടുന്ന കല്ലിൽ ഇങ്ങനെ അടിച്ച് വലിയ ഇതൊക്കെ നടക്കുകയാണ്. ചേച്ചി ഇതെന്താണ് ചേച്ചി, വയനാട്ടിന് എന്ത് ദുരിതാശ്വാസം അല്ലെങ്കിൽ എന്ത് ആശ്വാസം, അവിടെ ഡിസ്കോ പാർട്ടിയാണ് നടക്കുന്നത്. അപ്പൊ അതാണ് മിനിഞ്ഞാന്ന് സംഭവിച്ചത്. ഇന്നലെ രസമുണ്ടായി. ഇന്നലെ ഞാൻ വൈകുന്നേരം ഇത് കണ്ടുപിടിച്ചല്ലേ ഈ വേസ്റ്റ് ഒക്കെ കിടക്കുന്നത്, അതൊക്കെ റിപ്പോർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ പിന്നെയും കാർ ഓടിച്ചു പോയപ്പോൾ അവിടെ ഒരു 10-70 ആൾക്കാരും കുറേ മീഡിയ ക്രൂ. ഞാൻ എൻ്റെ യൂഷ്വൽ ബാക്കി റോഡുകളിൽ കൂടെയൊക്കെ ഞാൻ സ്ഥിരം ചെയ്യുന്ന ഓടിച്ചു പോയി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ ഒരു ക്യാമറ ക്രൂവിലെ ഒരു ചാനലിൻ്റെ ആളിച്ചു, ചേച്ചി എപ്പോഴാണ് നിങ്ങളുടെ ഇങ്ങോട്ടേക്കുള്ള പ്രൊട്ടസ്റ്റ് മാർച്ച്? വാട്ട് പ്രൊട്ടസ്റ്റ് മാർച്ചോ? അല്ല, ഇവിടെ ആൾക്കാർ കൂടിയിട്ടുണ്ട്, DYFI-ക്കാരുടെ BJP-യുടെ ഒരു പ്രൊട്ടസ്റ്റ് മാർച്ച് ഉണ്ട്, അതിനെ തടയാൻ വേണ്ടിയിട്ട്. നമ്മൾ വാട്ട് നോൺസെൻസ്, അവര് നിയമലംഘനം നടത്തിയാൽ നിയമപരമായിട്ട് ഞങ്ങൾ നേരിടും, ഞങ്ങൾ ഇതിനെ പോയിട്ട് അവരുടെ കട അടച്ച് തകർക്കുന്നത്. ദെൻ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദം ആൻഡ് us? അവര് ചെയ്യുന്നത് ഞങ്ങൾ തമ്മിൽ എന്താ വ്യത്യാസം? അവരുടെ ഗുണ്ടായുസത്തിന് ഞങ്ങൾ ഗുണ്ടകളല്ല, ഞങ്ങൾ രാഷ്ട്രസേവകരാണ്, രാഷ്ട്രത്തെയും നാട്ടുകാരെയും സേവിക്കുന്നവരാ. ഹാൻഡ്സ് ഓൺ കൗൺസിലർ എന്നാണ് എൻ്റെ ഡിവിഷനിലെ ആൾക്കാർ പറയുന്നത്. ജേർണലിസ്റ്റ് ആയിരുന്നപ്പോഴും ഒരു ആം ചെയർ ജേർണലിസ്റ്റ് ആയിരുന്നില്ല, നടന്നു പോയി കണ്ട് കാര്യങ്ങൾ ബോധ്യമായിട്ട് മാത്രം റിപ്പോർട്ട് ചെയ്തിരുന്ന ആളാണ്. അപ്പം നിങ്ങൾ നിങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പാണോ? ഞങ്ങൾക്ക് കിട്ടിയ ന്യൂസ് അനുസരിച്ച് നിങ്ങൾ ഇന്ന് പ്രൊട്ടസ്റ്റ് നടത്തുന്നുണ്ടെന്ന്, ഇവിടെ എല്ലാവരും റെഡിയായി നിൽക്കുന്നുണ്ടെന്ന്. റെഡിയായി നിന്നോളൂ, ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് പറ്റിച്ചേ എന്നും പറഞ്ഞിട്ട്. പക്ഷെ നിയമപരമായിട്ട് സെക്രട്ടറിക്കും എല്ലാവർക്കും ഞാൻ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. റിട്ടേൺ ആയിട്ട് അന്ന് രാത്രി തന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റും കൊടുത്തിട്ടുണ്ട്. അപ്പം മാതൃഭൂമി ചാനൽ എന്നെ വിളിച്ചു, എന്തായി, ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അവിടെ വിളിച്ചപ്പോൾ അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല എന്നാണല്ലോ പറഞ്ഞത്. എന്തായാലും ക്യാമറ ഒരു മാറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ പോയതും കൊടുത്തതൊക്കെ ഉണ്ടാവുമല്ലോ, എൻ്റെ അടുത്ത് അതിൻ്റെ ഇതുകൊണ്ടെന്ന്. അപ്പോൾ എനിക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല, പല ചാനലുകാരുടെ ഇതായിരുന്നു. ഞാൻ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ അവരിങ്ങനെ ഒരു കെട്ട് കൂട്ടത്തിൻ്റെ ഇടയിൽ വെച്ചിരിക്കുക. പിന്നെ അപ്പം തന്നെ എടുത്തൊരു ലേഡി എൻ്റെ മൊഴിയൊക്കെ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ മാഡം ചെയ്യുന്ന ഈ പൊതുപ്രവർത്തനത്തിന് എന്തായാലും ഒരു കൃത്യമായൊരു റെക്കഗ്നൈസേഷൻ നമ്മൾ സമൂഹത്തിൽ കിട്ടും. നന്ദി.